വലിയ സ്വത്തുക്കളുടെ ഉടമ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പല പേരുകളും ഉണ്ടാകും. എന്നാൽ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തെ ശ്രേഷ്ഠമായ സ്വത്താക്കി കാണുവാൻ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ അചഞ്ചലയും ധൈര്യമുള്ളവളുമാക്കി നിർത്തിയത് ദൈവത്തെ ശ്രേഷ്ഠ സ്വത്തായി ഹൃദയത്തിൽ സ്വീകരിച്ചതുകൊണ്ടാണ്. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ യേശുനാഥനെ പിന്തുടർന്നുകൊണ്ട് യാത്ര ചെയ്യുവാൻ അമ്മയ്ക്ക് ധൈര്യം നൽകിയത് ഈ ഒരു ബോധ്യമാണ്, ഈ ഒരു സ്വത്വബോധ ചിന്തയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതകാലത്ത് ദൈവത്തെ ശ്രേഷ്ഠ സ്വത്തായി ഹൃദയത്തിൽ സ്വീകരിക്കുവാനും കൊണ്ടു നടക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടതുപോലെ ദൈവത്തെ ശ്രേഷ്ഠ സ്വത്തായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുവാൻ നമുക്കും ഈ അമ്മ കരുത്തായി മാറട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആവേ ആവേ മരിയേ